വി ഡി സതീശനെ വിജയിപ്പിക്കുവാൻ പിണറായി ചെയ്ത ആ പണി കാണുക. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, തുടർച്ചയായി കഴിഞ്ഞ 5 തവണ വടക്കൻ പറവൂരിൽ നിന്നും വി ഡി സതീശൻ വിജയിച്ച് നിയമസഭയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ തുടർച്ചയായി ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലെ വോട്ട് നില മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രതിയോഗികൾ അത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായ 5 തവണ വി ഡി സതീശൻ വിജയിച്ചു കൊണ്ടിരിക്കുന്ന വടക്കൻ പറവൂരിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷവും BJPയും അപ്രകാരം ഒരു പഠനം നടത്തുവാൻ മുതിരുന്നില്ല. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. LDFിലെ CPIയുടെ മണ്ഡലമാണ് വടക്കൻ പറവൂർ. ഈ കഴിഞ്ഞ 5 തവണ തുടർച്ചയായി 25 വർഷം കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഇദ്ദേഹത്തിൻ്റെ ലീഡ് നില വർദ്ധിപ്പിച്ചിട്ടും എന്തുകൊണ്ട് CPIയുടെ കയ്യിൽ നിന്നും ആ വടക്കൻ പറവൂർ മണ്ഡലം തിരികെ പിടിക്കുന്നില്ല? അതുമാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട ഒരു നേതാവുമായ ആ വി ഡി സതീശനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കുവാൻ ഉള്ള ഒരു അവസരം നോൽക്കേണ്ടുന്ന പാർട്ടിയല്ലേ LDF. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയാണ് പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള ആ ഒത്തുകളി. ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ സാധ്യതാ ലിസ്റ്റിൽ ഇട്ടു എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ആദ്യം i2 ന്യൂസാണ് ആ കാര്യം പുറത്തുവിട്ടത്. ഇതിലൂടെ വി ഡി സതീശൻ പിണറായിക്ക് ഒരു ചെക്ക് വെക്കുകയാണ്. ഇത്തവണയും പഴയതുപോലെ എന്നെ വിജയിപ്പിക്കുവാൻ അവസരമൊരുക്കിയില്ല എങ്കിൽ ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് നിർത്തും. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഷാഫിയുടെ മുന്നിൽ തോൽക്കേണ്ടുന്ന ഒരു അവസരം വന്നാൽ പിണറായി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ വി ഡി സതീശൻ്റെ ഇദ്ദേഹത്തിൻ്റെ വലം കൈയായ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായ ആ സതീശനെ അപകടത്തിൽപ്പെടാതെ കാക്കുക എന്നത് പിണറായി വിജയൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ വി ഡി സതീശനെതിരെ ഞങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ എനിക്കെതിരെ 4 കേസുകൾ പിണറായി പറഞ്ഞ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ 4 ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തത്. ഇപ്പോൾ ഇതാ അതിൻ്റെ മറ്റൊരു മികച്ച ഉദാഹരണം ഇതാ വരുന്നു. വി ഡി സതീശനെ എങ്ങനെയും ഇത്തവണ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ പിണറായി വിജയൻ തുടർച്ചയായി 25 വർഷം കനത്ത പരാജയം ഏറ്റുവാങ്ങുന്ന ആ മണ്ഡലം ഇത്തവണ എങ്ങനെയെങ്കിലും CPM ഏറ്റെടുക്കണം. അവിടെ മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. ഷൈൻ ടീച്ചറെ അവിടെ നിർത്തിയാൽ ഉറപ്പാണ് ജയിച്ചു കയറാം. മറ്റു വലിയ നേതാക്കന്മാരെ ഒന്നും ആവശ്യമില്ല. CPM സീറ്റ് പിടിച്ചെടുത്ത് ഷൈൻ ടീച്ചറെ അവിടെ മത്സരിക്കുവാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശനെ പറവൂരിൽ തന്നെ തോൽപ്പിക്കാം, കടുത്ത പ്രഹരം ഏൽപ്പിക്കാം എന്ന ഒരു അവസരമുണ്ടായിട്ടും അപ്രകാരം ഒരു ചർച്ച വന്നിട്ടും പിണറായി അതിനെ അനുകൂലിച്ചില്ല. വടക്കൻ പറവൂർ CPIക്ക് തന്നെ വിട്ടുകൊടുത്തു. CPI നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചാകര അല്ലെങ്കിൽ ലോട്ടറിയാണ് വടക്കൻ പറവൂർ മണ്ഡലം. ഏതാണ്ട് 3 കോടിക്കും 5 കോടി രൂപയ്ക്കും ഇടയ്ക്കാണ് ഏതെങ്കിലും ഒരു കിണയെ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു വേട്ടാവളിയനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊടുത്താൽ CPI നേതൃത്വത്തിന് ലഭിക്കുന്നത്. അതുപോലെ BJP കേരള ഘടകത്തിനും രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, തീവട്ടക്കൊള്ള നടത്തിയിരുന്നവർക്ക് അവർക്കും ഒരു 3 കോടിക്കും 5 കോടിക്കും ഇടയ്ക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചാൽ കഴിക്കുമോ? അങ്ങനെ കേരളത്തിലെ BJP നേതാക്കന്മാരെയും സ്വാധീനിച്ച് പണം കൊടുത്താണ് BDJSന് ആ വടക്കൻ പറവൂർ ഇതുപോലെ തന്നെ നാളുകളായി അവരുടെ കൈവശമാണ്. തുടർച്ചയായി വി ഡി സതീശൻ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല.
ഈ പോരുവിളിയും യുദ്ധവുമെല്ലാം ജനങ്ങളെ കാണിക്കുവാനുള്ള വെറും കപടതയാണെന്നതിൻ്റെ ഏറ്റവും നല്ല നേർസാക്ഷ്യമാണ് ഇത്. BDJS കയ്യിൽ നിന്നും ആ മണ്ഡലം തിരികെ പിടിച്ച് നല്ലൊരു കഴിവുള്ള സ്ഥാനാർത്ഥിയെ അവിടെ ഇട്ടാൽ, അവിടെ ഒരു കടുത്ത മത്സരം കാഴ്ചവെച്ചാൽ BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ. അവരും അതിന് തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, CPI ജില്ലാ നേതൃത്വം എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലമാണല്ലോ വടക്കൻ പറവൂർ. ആ എറണാകുളം ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ ലിസ്റ്റ് അവർ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ ഇതിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. CPI ജില്ലാ നേതൃത്വം വടക്കൻ പറവൂരിൽ അവരുടെ സാധ്യതാ ലിസ്റ്റിൽ 3 പേരുടെ ലിസ്റ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇവരുടെ വീട്ടുകാർ പോലും അറിയാത്ത 3 പേർ. ഈ ആരും കേൾക്കാത്ത, ഈ ഗുണവും മണവുമില്ലാത്ത, തോൽക്കുമെന്ന് ഉറപ്പുള്ള ഈ 3 എണ്ണത്തിനെ ഇപ്രകാരം ഒരാളെ ഫൈനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. CPI നേതൃത്വം വീണ്ടും ഏതാണ്ട് 5 കോടിയിൽ പരം രൂപ ഇവന്മാർ മേടിച്ച് വീണ്ടും ഇതാ VD സതീശൻ അവിടെ ജയിക്കുവാനുള്ള ആ സമ്മതപത്രം എഴുതി കൊടുക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ. അവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. എറണാകുളം CPI മുൻ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ്റെയാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് സംസ്ഥാന കൗൺസിൽ അംഗമായ കമല സദാനന്ദൻ. ഇതൊക്കെ ആരാണോ? അതുപോലെ ജില്ലാ കൗൺസിൽ അംഗമായ KB അർമുകൻ. എങ്ങനെയുണ്ട്? VD സതീശനെ പോലെയുള്ള ഒരു നേതാവിനെതിരെ ഒരു മത്സരമെങ്കിലും കാഴ്ചവെക്കണ്ടേ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പണം വാങ്ങി, VD സതീശന്റെ കള്ളപ്പണം വാങ്ങി ഇയാൾക്ക് ജയിക്കുവാനുള്ള പരവതാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ CPI നേതൃത്വവും അതുപോലെ പിണറായി വിജയനും. അന്നേരം ഈ കാണിക്കുന്ന പ്രഹസനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയാണ്. ഈ നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഈ 3 പേരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്നേരം ഇപ്രകാരം ഒരു ഗുണവും മണവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുത്താൽ ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ വീണ്ടും വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുക, ഈ പിണറായി വിജയനും ഈ VD സതീശനും തമ്മിലുള്ള അന്തർധാനം നിങ്ങൾ നോക്കുക. ഇവിടെ പാർട്ടിയെ വിജയിപ്പിക്കുവാനല്ല നോക്കുന്നത്, തൻ്റെ വലങ്കയ്യായ, തൻ്റെ ചങ്കായ VD സതീശനെ എങ്ങനെയും വിജയിപ്പിച്ചെടുക്കുവാനുള്ള മൗനാനുവാദമാണ് CPIക്ക് ആ മണ്ഡലം വീണ്ടും വിട്ടുകൊടുക്കുന്നതിലൂടെയും ഇതുപോലുള്ള പണികൾ ചെയ്യുന്നതിലൂടെയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ശക്തമായ ഒരു മത്സരം വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കണം. രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. അതുപോലെ BJPയുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. സതീശനുമായി കൃത്യമായ അന്തർധാരയുണ്ട്. പാലക്കാട്ട് BJPക്ക് ജയിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു ഉറപ്പിന്മേൽ പാലക്കാട് BJPക്ക് കൊടുക്കാം. ശോഭാ സുരേന്ദ്രനെ നിർത്തിയാൽ ഏതെങ്കിലും ഊളയെ, ഏതെങ്കിലും ജോക്കർമാരെ അവിടെ നിർത്തി പാലക്കാട് നിങ്ങൾക്ക് വിജയിപ്പിക്കുവാനുള്ള, അതുപോലെ കുറഞ്ഞതൊരു 10-15 സീറ്റെങ്കിലും വിജയിക്കുവാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന ഉറപ്പിന്മേലാണ് പറവൂരിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആരെയെങ്കിലും BJPയും ഇടാൻ പോകുന്നത് എന്ന കമ്മിറ്റ്മെന്റ് മേടിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുടിലതന്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ഈ തീവട്ടി ചെയ്യുന്ന പണികൾ നിങ്ങൾ കാണുക. ഇതുകൊണ്ടാണ് ഈ സോഷ്യൽ സൈക്കോപാത്തിനെ നമ്മൾ കരുതിയിരിക്കണമെന്ന് ഞങ്ങൾ ദിവസങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്. ഇത്രയും വാശിയേറിയ ഒരു നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ, അവരുടെ ലീഡിനെ തന്നെ അയാളുടെ മണ്ഡലത്തിൽ തോൽപ്പിക്കുവാനുള്ള മികച്ച അവസരം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ
ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു നേതാവെന്ന് ചോദിച്ചാൽ ആരും ഉത്തരം പറയുന്ന ആ വി ഡി സതീശനെതിരെ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാമായിരുന്ന അവസരമുണ്ടായിട്ടും ഇടതുപക്ഷവും ബി ജെ പിയും എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആ അന്തർധാര ഇവന്മാർ എത്ര മേടിച്ചു എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഒരു ഫൈനൽ തീരുമാനമെടുക്കും എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. 2001 മുതൽ വി ഡി സതീശൻ തുടർച്ചയായി ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എറണാകുളം ജില്ലയിലെ ഈ വടക്കൻ പറവൂർ എന്ന് പറയുന്ന ഈ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് വടക്കൻ പരവൂർ നഗരസഭ, പറവൂർ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലം, ചിറ്റാറ്റുംകര, ഏഴിക്കര, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, വരാപ്പുഴ, വടക്കേക്കര എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ വടക്കൻ പറവൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെ ഇത്തവണ ഈ വി ഡി സതീശനെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പരാജയപ്പെടുത്താം എന്ന ആ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് പണം മേടിച്ച് CPI ഇതുപോലുള്ള ഏഴാം കൂലി സ്പീഡുകളെ ഇറക്കി വി ഡി സതീശന് ജയിക്കുവാനുള്ള സകല അവസരവും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു വിഷയവുമായി ഞാൻ വരുന്നത്. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ്. ശാന്താരാമചന്ദ്ര, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ രാഹുൽ വിഷയത്തില് എനിക്ക് രാഹുല് പിന്നെ വ്യക്തിപരമായ അയാളെ സമീപിച്ച പെൺകുട്ടികളോട് അത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ പൊളിറ്റീഷ്യന് മുമ്പ് തന്നെ അയാൾ അങ്ങനത്തെ ഒരു അയാളെ സമീപിച്ച കുട്ടികളോട് അത് ചില വ്യക്തികളെ എന്നെ ആകർഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ അതുപോലെ പെൺകുട്ടികളും നല്ല വ്യക്തികളെ കാണുമ്പോൾ ആകർഷിക്കപ്പെട്ട് അവർ ഒരു ഇതായിട്ട് തന്നെ അങ്ങ് നടന്നു. ഒരു പെൺകുട്ടീനെയും രാഹുൽ അവരെ സമ്മതയിലാണ് രാഹുൽ കൈകാര്യം ചെയ്തിട്ടില്ല. അല്ലെ അന്നേ അത് പോസ്കോ കേസായിട്ടും അതായിട്ടും എല്ലാം പോവുമായിരുന്നു. പക്ഷെ രാഹുൽ ഒരു പെൺകുട്ടികളെ രാഹുൽ ഉയർന്ന നിലയിലെത്തും. രാഹുൽ സ്വന്തം പാർട്ടിയിലുള്ളവർക്കും എതിർ പാർട്ടികൾക്കും ഒരു ഭീഷണിയായിട്ട് രാഹുൽ എല്ലാം സംസാരിക്കുന്നു, എല്ലാം തുറന്നു പറയുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ യൂത്തിന്റെ ഏറ്റവും വലിയൊരു സംസാരിക്കാനുള്ള കഴിവും രാഹുൽ നമ്മളെ പാർട്ടിയോടും അതിനോടും എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ രാഹുൽ കുറ്റവാളിയാകുന്നുള്ളൂ. രാഹുൽ സ്വന്തം വ്യക്തിപരമായിട്ട് ആ പെൺകുട്ടികളും അംഗീകരിച്ചു കൊണ്ട് ചെയ്ത് അവർ ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്വന്തം പാർട്ടിയിൽ തന്നെ രാഹുൽ വളർന്നു വരുന്നത് പല നേതാക്കന്മാർക്കും ഇഷ്ടമല്ല. അതാ ഒന്നാമത്തെ പ്രശ്നം. അവരാദ്യമേ തന്നെ രാഹുലിനെ വേഗം എതിർ പാർട്ടികൾക്ക് വിട്ടുകൊടുത്ത് രാഹുലിനെ കുറ്റാരോപിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതൊന്നും അന്നേ അംഗീകരിച്ച് കൊടുക്കരുതായിരുന്നു. പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല. പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് പലരും ചേർന്ന ഒരാളെ അവകാശങ്ങളല്ല. ഒരു നേതാവിന്റെയോ രണ്ട് നേതാവിന്റെയോ മൂന്ന് നേതാവിന്റെയോ നാല് നേതാവിന്റെയോ ഒന്നുമല്ല. ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടാ ആ നേതാക്കളെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെ സ്വന്തം അഭിപ്രായ പ്രകാരം ഇത്രയും നല്ല ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരനാ വെറുതെ ആദ്യം പുറത്താക്കി വിട്ട് അയാൾ ആരോപണങ്ങൾക്ക് അംഗീകരിച്ചു കൊടുത്ത് എതിർ പാർട്ടിക്കാർക്ക്. അതെല്ലാം അന്നേ ഇപ്പം ജനങ്ങൾ പുറത്തു നിന്ന് പറയുന്നു രാഹുലൊന്നും ചെയ്തില്ല. അന്നേ അതിനെ തീർക്കുന്നേ. ഈ ലോകത്തിലുള്ള ഒന്നിനും ഒരാളും ശരിക്കും ആരും പരിപൂർണ അവകാശികളല്ല. എല്ലാവർക്കും ഒരു നേതാവ് എന്ന് പറയുന്നത് എത്രയോ ജനങ്ങളെ വോട്ട് വാങ്ങിയിട്ടാ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാ വോട്ട് വാങ്ങുന്നത്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ചില സാഹചര്യം കൊണ്ട് അവർക്ക് പറ്റുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത വാഗ്ദാനങ്ങൾ വേറെ ആളത് മാറ്റിയെടുത്തിട്ട് അവരെ പേരിലും ആക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ ഈ രാഹുലിനെ മാറ്റി ഇപ്പൊ ശശീനെല്ലാം ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നെന്ന് പറഞ്ഞാല് ശശീനെല്ലാം ആ ഇരട്ടത്താപ്പ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. എത്രമാത്രം മനസ്സിലാകുന്നുണ്ട്.
ഇവരെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഇവരൊരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്ന പെട്ടെന്ന് മകളെ പോലെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മകളെ പോലെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്താക്കി. എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണ ഓരോരുത്തരും ഓരോ ന്യായങ്ങളില്ലേ? ഇപ്പം കോടതി വരെ പിന്നെ പറഞ്ഞു. കോടതി അവസാന വാചകം നമുക്ക് ഏറ്റവും നീതിന്യായ കോടതിയാ അവരാ വിധിക്കുന്നത്. അതിൽ വരെ രാഹുൽ തികച്ചും കുറ്റവാളിയാന്ന് അവരും കൂടി ആരോപിച്ചിട്ടില്ല. അപ്പോഴേക്കും ഇവര് ഇപ്പോഴും രാഹുലിനെ പറ്റി അവിടെ പിഷാരടീനെ കൊണ്ടാക്കിയതൊക്കെ നാട് വരണം എന്ന് പറഞ്ഞാല് പിന്നെ ഇതാ കോമിക്സ് പറയല. പിഷാരടി നല്ലൊരു വ്യക്തി തന്നെയാ. അയാളെ തമാശകളും എല്ലാവർക്കും പിടിക്കുന്നുണ്ട്, പാരഡികളും അതും ഇതെല്ലാം. അയാൾ നല്ല എല്ലാവരെയും രസിപ്പിക്കും. പിന്നെ വ്യക്തിപരമായോ അയാൾ ആരെയും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അവര് നല്ല വ്യക്തിയാ. പക്ഷെ രാഹുൽ രാഷ്ട്രീയപരമായിട്ടല്ലേ രാഹുൽ പിന്നെ ഈ നാടിനെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ വോട്ട് കൊടുക്കുന്ന നമ്മളെല്ലാം വിഡ്ഢികളാ? കോമഡിയല്ല ഇന്ന് നമ്മളെ നാട്ടിന് ആവശ്യം. കോമഡി ആവശ്യ നമുക്ക് കുറച്ച് ചിരിക്കാൻ. യുവമാരുടെ ഈ പരിപാടി തന്നെ മൊത്തത്തിൽ ഒരു കോമഡി ഷോ അല്ലേ നടക്കുന്നത്? കോമഡി ഷോ എന്ന് പറഞ്ഞാൽ എത്ര വ്യക്തമായിട്ട് കാണുന്നു. ആ ശശിനെ സൈഡിൽ ഇരുന്നിട്ട് ഈ പിന്നെ വി.ഡി. സതീശനല്ലോ എത്ര ഇതായിട്ട് കൂളായിട്ട്. ഇതൊന്നും ജനങ്ങൾ വിഡ്ഢികളാണെന്നാ അവരുടെ വിചാരം? പൊതുജനം കഴുതകളാണെന്നോ അവരുടെ വിചാരം? അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. എന്നിട്ട് ഈ ഒരു നല്ല ഒരു സംസ്ഥാനത്തിന് നല്ലൊരു ഭരണം കിട്ടാൻ ഇവര് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ? രാഹുലിനെ പോലെയുള്ള വ്യക്തികളെല്ലാം മറ്റവരുടെ മുമ്പിലെല്ലാം ഇടിച്ചു താഴ്ത്തി തരം താഴ്ത്തി മാറ്റി നിർത്തി. അപ്പം ജനങ്ങൾക്കും വിഷമമുണ്ട്. രാഹുലിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഇതുവരെ രാഹുലിനെ ജയിപ്പിച്ചു കൊടുത്തില്ലേ പാലക്കാട്? അവർക്കും എല്ലാം വിഷമമുണ്ടല്ലേ? ഇപ്പം രാഹുൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആകും. അതാ ഇവരെ പേടി. പ്രതിപക്ഷത്തിന്റെ പേടി ഏറ്റവും ഇതാ. അപ്പൊ ഒന്നുകിൽ രാഹുലിനെ ഏതെങ്കിലും മന്ത്രിയാക്കണോ അല്ലെങ്കിൽ ഈ സതീശന്റെ തേൻകണി യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നുണ്ട്. അന്നേരം ഈ ദിവസം തന്നെ ഈ വിഷയം ഇന്ന് കണ്ടോ ഈ മറ്റേ ഏഷ്യനെറ്റും മറ്റേ മരമുറി കൊള്ളക്കാരന്മാരുടെ റിപ്പോർട്ടറും അതുപോലെ 24-ഉം ഒക്കെ ഇന്നലെ വൈകിട്ട് തൊട്ട് തന്നെ തുടങ്ങി. മറ്റേ ഒന്നാം ജീവിത സുപ്രീം കോടതി പോകുന്നു, രണ്ടാമത് ജീവിത കോടതിയെ സമീപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ടോ വീണ്ടും കുമാരി തിളക്കുന്നത്. ഇത് സതീശന്റെ പണി ആണ്. ഇവര് ഈ പ്രതിപക്ഷവും പിന്നെ അത് ഞാൻ അന്നും ചോദിച്ചു. ഞാൻ എന്താ ഫേസ്ബുക്കിലെല്ലാം ഇട്ടിന്. പിന്നെ ഈ ഭരണപക്ഷവും എല്ലാം ആദ്യം അവരെ മനസ്സിൽ സ്ത്രീകളോടുള്ള നീതിബോധം ഉണ്ടെങ്കിൽ ആദ്യം അവര് പിന്നെ സഹകരിക്കേണ്ടത് പിന്നെ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയോടായിരുന്നു. അവളൊരു സ്ത്രീയല്ലേ? 2 മക്കൾക്ക് അച്ഛനെ കൊടുക്കാൻ പറ്റാതെ ആ സ്ത്രീ എത്രമാത്രം അപമാനിതയായിട്ടായിരിക്കും ആ കുട്ടികളെ മുമ്പ് കഴിയുന്നത്. ഇയാള് ക്രിസ്തുവയസ്സുകാരി കൂടിയില്ലേ? അതും ഒരു മുഖ്യമന്ത്രി, നീതിന്യായം നടപ്പാക്കേണ്ട മുഖ്യമന്ത്രി ഇത് ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഒരു 2 കുട്ടികളെയും ഭാര്യനെയും ഉപേക്ഷിച്ച വ്യക്തിനെ കൊണ്ടുപോയിട്ട് ക്രിസ്തുവയസ്സിൽ വെച്ചിട്ട് തന്നെ മാലയിട്ട് കൊടുക്കുന്ന അത് ചോദ്യം ചെയ്യാൻ ഇവിടെ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല, പിന്നെ ഭരണപക്ഷത്തിനും അനങ്ങാണ്ടിരുന്ന്. അയാളെ ലാവ്ലിൻ കേസിലെ അച്ഛൻ വലിയ കമ്മീഷണറായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ ഇയാൾ എത്രയോ സഹായിച്ചതാ കേസിലല്ലോ. അങ്ങനെ സഹായിച്ചിട്ട് അതോടെ പിന്നെ ഇയാൾ വിചാരിച്ച് ഒരു അടുത്ത സാധാരണ അങ്ങനെയല്ലേ വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത തലമുറ മുഖ്യമന്ത്രിയായ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷ റിയാസിന് ഉണ്ടാവുമായിരിക്കും. ഇപ്പം തന്നെ കാണുന്നില്ലേ ഇന്നും ആ ഉദ്ഘാടനത്തിന് പോയിട്ടും മുഖ്യമന്ത്രിയുടെ ചാരി തന്നെ നിൽക്കുന്ന അല്ലെ? പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള നിലയിൽ അയാൾ ശരിക്കും പരാജയ. ഏതെല്ലാം റോഡുകൾ ഏതെല്ലാം വിധത്തിൽ തകരാറ് സംഭവിക്കുന്നു. ഇവർക്കെല്ലാം ഇത്ര വലിയ ശമ്പളവും ഇത്ര വലിയ അധികാരങ്ങളും ഇത്ര വലിയ അക്കോമഡേഷനും എല്ലാം കൊടുത്ത് സുന്ദരമായ രാജകീയ ജീവിതം ജയിക്കോ? ഇതെല്ലാം ചെന്ന് നോക്കണ്ടേ? റോഡ് പണിയുന്ന ഇടത്തിൽ പോയി ശ്രദ്ധിക്കണോ? അല്ലേ മന്ത്രിയാകാൻ പാടില്ല? ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി എപ്പോ എന്ത് പറയുമ്പോൾ പറയും അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഓരോന്ന് പറയും. പ്രതിപക്ഷത്തിന് അതിനെ എതിർക്കാനുള്ള ധൈര്യമില്ല. ഏത് കാര്യം പ്രതിപക്ഷം ശരിയാക്കിയെടുത്തത്? എന്നും തമ്മിലടിക്കാനല്ലാണ്ട് അവർക്ക് ഉള്ളിലൂടെ അവർ സംസാരിച്ചിട്ട് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും എല്ലതും ഒന്നിനെ ഉയരാൻ അനുവദിക്കൂല. തനിക്ക് മേലെ ഉയരുന്നത് അവർക്ക് ഇഷ്ടമല്ല ആരും.
ഒരു രാജ്യത്തെ പിന്നെ ഭരണം ഏറ്റവും നന്നാകണമെങ്കിൽ പ്രതിപക്ഷം ശക്തമായിരിക്കണം. ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഭരണം എഴഞ്ഞു വലിഞ്ഞും അവരെ തോന്നിയ പോലെ നടത്തും. ഇവിടെ പ്രതികരിക്കാൻ പ്രതിപക്ഷം ഒട്ടും പോരാ. അതിൽ പൊന്തി വരുന്ന ആളായിരുന്നു ഷാഫി പറമ്പിലും രാഹുലും ഇവരെല്ലാം നിങ്ങളുടെ യുവ നേതാക്കള്. അപ്പൊ അവരടിച്ചമർത്തി ഒതുക്കിയിടണം, എന്നാലേ ഇവർക്ക് ഇതുള്ളൂ. അതിന് ഇവരും കൂട്ട് നിൽക്കുന്നു. ഇവർക്ക് മേലെ രാഹുലും വരാൻ പാടില്ല, ഷാഫിയും വരാൻ പാടില്ല. ഷാഫിനെ പിന്നെ പൊതുജനം അത്രയും ശൈലജ ടീച്ചർക്കെതിരായി ഇതാക്കി വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചുകൊണ്ട് ഷാഫിനെ ജനങ്ങൾ വളരെ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇവര് ഈ പ്രതിപക്ഷ നേതാക്കളൊന്നും ഷാഫിനെ അങ്ങനെ തിരഞ്ഞെടുക്കുക. രാഹുലിന് ഈ പേരും പറഞ്ഞ് അതയാളെ വ്യക്തിപരമായ കാര്യമല്ലായിരുന്നോ? അയാൾ MLA ആയിരുന്നതിന് ശേഷം തുടങ്ങിയല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.